സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്കെതിരെ കോടതിയിൽ സംസ്ഥാന സർക്കാർ നിലപാട് അറിയിക്കും. സിസ തോമസ് അയോഗ്യ എന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. ഷീജ ചേരുകയാണ്. ഷീജ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശം? കഴിഞ്ഞ ദിവസം ഗവർണർ സുപ്രീം കോടതിയിൽ നിലപാട് അറിയിച്ചത് കാരണം സംസ്ഥാനം നൽകിയിട്ടുള്ള പട്ടിക, ആ പട്ടികയിൽ നിന്ന് എടുക്കേണ്ടതിന് പകരം സംസ്ഥാനം നിർദ്ദേശിക്കാത്ത പട്ടികയിൽ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ചും സിസ തോമസിനെതിരായിട്ടുള്ള വിഷയം തന്നെയാണ്. സിസ തോമസ് അയോഗ്യ എന്ന് സുപ്രീം കോടതിയെ അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. സിസയ്ക്കെതിരെ മുൻപ് അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും അറിയിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും VC നിയമനവുമായി ബന്ധപ്പെട്ട് രണ്ട് ടെസ്റ്റിലും സംസ്ഥാനം നൽകിയിട്ടുള്ള പട്ടികയെ അവഗണിച്ചുകൊണ്ടാണ് ഗവർണർ, ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ സ്വന്തം നിലയ്ക്ക് ആ പേരുകൾ അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ നിലപാട് കൂടി കോടതിയെ അറിയിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും KTU മിനിറ്റ്സ് രേഖകൾ മോഷണം പോയ കേസിലെ പ്രതിയാണ് സിസ തോമസ് എന്നടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കോടതിയെ ധരിപ്പിക്കും. സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നതായിരിക്കും. സർക്കാരിന്റെ അഭിഭാഷകം വഴിയായിരിക്കും ഇത് സുപ്രീം കോടതിയെ ധരിപ്പിക്കുക. ഏതായാലും അതിനുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നു കഴിഞ്ഞിരിക്കുകയാണ്.